മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. പാർട്ടി നൽകിയ ലിസ്റ്റിൽ നിന്നുമുള്ളവർക്ക് ഇതുവരെ നിയമനം ലഭിച്ചിട്ടില്ല. മന്ത്രിമാർ സ്വന്തം നിലയിൽ അവരുടെ സ്റ്റാഫ് നിയമനം നടത്താനാണ് ഇപ്പോഴും ശ്രമിക്കുന്നത്. പാർട്ടി നൽകിയ 150 പേരുടെ പട്ടികയിൽ നിന്ന് ആരെയും നിയമിച്ചിട്ടില്ല. മന്ത്രിമാർ ആളുകളെ കണ്ടെത്തിയെങ്കിലും അവർക്ക് നിയമന ഓർഡർ മന്ത്രിമാർ നൽകിയിട്ടുമില്ല. സർക്കാരിൻ്റെ നിയമന ഓർഡർ ഇതുവരെ കിട്ടിയിട്ടുമില്ല. പാർട്ടി നിർദ്ദേശം മറികടക്കാൻ അവർക്ക് മടിയെന്നാണ് സൂചന. പാർട്ടി നൽകിയ ലിസ്റ്റിൽ പരിചയസമ്പന്നർ കുറവ് എന്നതാണ് അവരുടെ കണ്ടെത്തൽ. അതുകൊണ്ട് പരിചയസമ്പന്നർ കൂടി തങ്ങളുടെ സ്റ്റാഫിൽ വേണമെന്ന നിലപാട്. എന്തായാലും ഈ മന്ത്രിമാരുടെ സ്റ്റാഫ് നിയമനത്തിൽ ഇത്തവണ ഒരു പുതിയ നീക്കമാണ് മുസ്ലിം ലീഗ് തുടക്കമിട്ടത്. പക്ഷേ അത് അതേ രീതിയിൽ അംഗീകരിക്കാൻ മന്ത്രിമാർ തയ്യാറല്ല എന്നതാണ് സാഹചര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ലീഗിൽ നടക്കുന്നത്. ലീഗ് മന്ത്രിമാർ സ്റ്റാഫ് നിയമനം സംബന്ധിച്ച അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മന്ത്രിമാർ മുസ്ലിം ലീഗ് ഇത്തവണ അധികാരം കിട്ടിയ ശേഷം പലപ്പോഴും മന്ത്രിമാരും അവരുടെ സ്റ്റാഫും നിയമനമൊക്കെ വിവാദത്തിൽപ്പെടാറുണ്ട്. ഈ സ്റ്റാഫുകൾ പലപ്പോഴും അത് വേണ്ടത്ര പരിശോധനയില്ലാത്ത പരിചയസമ്പന്നരല്ലാത്ത ആളുകൾ, പാർട്ടി ബന്ധമില്ലാത്ത ആളുകളെയൊക്കെ തിരികെ കയറ്റാൻ ശ്രമങ്ങളുണ്ടെങ്കിൽ ഇത്തവണ അതിനെ ചെറുക്കുക, അതായിരുന്നു മുസ്ലിം ലീഗിൻ്റെ തന്ത്രം. അതിൻ്റെ ഭാഗമാണ് ഏകദേശം 1000-ഓളം പേരുടെ ലിസ്റ്റ് കൊണ്ടുവരുന്നു. അതിൽ നിന്ന് 150 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ഒടുവിലാണ് ആ ലിസ്റ്റ് മന്ത്രിമാർക്ക് കൈമാറി. ഓരോ മന്ത്രിമാർക്കും ഏകദേശം 15 പേരോളം അടങ്ങുന്ന ഒരു ലിസ്റ്റ് കൈമാറുന്നു. അതിൽ നിന്ന് നിങ്ങൾ ഇഷ്ടമുള്ളവരെ നിയമിക്കൂ എന്നതാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ നിയമനം ഇതുവരെ തയ്യാറായിട്ടില്ല. മന്ത്രിമാർക്ക് താല്പര്യമില്ല പാർട്ടി ലിസ്റ്റിനോട് എന്നതാണ് സാഹചര്യം. CV അനുമോദ് ചേരുന്നു. അനുമോദ്, എന്താണ് പ്രശ്നം? മന്ത്രിമാർ പാർട്ടി നിർദ്ദേശം മറികടക്കുകയാണോ? ലീഗിൽ ഇത് അതൃപ്തി ഉണ്ടാക്കുന്നുണ്ടോ? എന്താണ് 150 പേര് ലീഗ് കൈമാറിയ ലിസ്റ്റിന്റെ കുഴപ്പം? സജിത്ത്, നേരത്തെ ആ ലീഗ് വലിയ മുന്നൊരുക്കത്തോടെ തന്നെയായിരുന്നു ഈ സ്റ്റാഫ് നിയമനത്തിലുള്ള പട്ടികയെല്ലാം തയ്യാറാക്കിയത്. അതായത് ഓരോ മേഖല തിരിച്ചുള്ള കണക്കെടുത്ത് മേഖലയിൽ നിന്നുള്ളവരുടെ പട്ടിക തയ്യാറാക്കി അങ്ങനെ ഓരോരുത്തരെയും കൃത്യമായി മനസ്സിലാക്കിയായിരുന്നു ഈ പട്ടിക തയ്യാറാക്കിയിരുന്നത്. പക്ഷേ മന്ത്രിമാർ ഈ പട്ടികയിൽ ഉള്ളവരെ നിയമിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമതായിട്ട് പലരെയും മന്ത്രിമാർ നേരിട്ട് നിയമിച്ചു കഴിഞ്ഞു. പക്ഷേ അവർക്ക് ഔദ്യോഗികമായിട്ട് നിയമനത്തിന്റെ കത്ത് നൽകിയിട്ടില്ല എന്ന് മാത്രം. അതായത് പാർട്ടി നേതൃത്വവും മന്ത്രിമാരും തമ്മിൽ ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ചുരുക്കം വാക്കുകളിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം. അതിന് കാരണമായിട്ട് മന്ത്രിമാരുടെ ഭാഗം അവർ വിശദമാക്കുന്നത് പരിചയസമ്പന്നരെ മാത്രമേ ഈ സ്റ്റാഫ് പട്ടികയിൽ ഉൾപ്പെടുത്താനാകൂ, അതല്ലെങ്കിൽ ഇതിന്റെ നടത്തിപ്പ് ബുദ്ധിമുട്ടാകും. പാർട്ടി അംഗത്വമോ പാർട്ടി പ്രവർത്തനമോ മാത്രം യോഗ്യതയാക്കിയിട്ട് അത്തരത്തിലൊരു നിയമനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മന്ത്രിമാരുടെ മന്ത്രി ഓഫീസ് പ്രവർത്തനത്തെ ബാധിക്കും. അതുകൊണ്ടാണ് പരിചയസമ്പന്നരെ നിയമിക്കാനുള്ള നീക്കം നടക്കുന്നത്. എന്താണെങ്കിലും 2 ദിവസത്തിനുള്ളിൽ പരമാവധി ഈ ആഴ്ച തന്നെ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് മന്ത്രിമാരുടെ ഓഫീസുകൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പാർട്ടി നേതൃത്വം ഇതിൽ കർശന നിലപാടാണ് എടുത്തിരിക്കുന്നത്. പലപ്പോഴും മന്ത്രിമാരുടെ ഓഫീസുകൾക്ക് മേൽ പാർട്ടിക്ക് നിയന്ത്രണമില്ലാതെ വരുന്ന ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് പാർട്ടിയുടെ ആളുകളെ തന്നെ, പാർട്ടി നിർദ്ദേശിക്കുന്ന ആളുകളെ തന്നെ ഓഫീസുകളുടെ സ്റ്റാഫായിട്ട് നിയമിക്കാനുള്ള തീരുമാനം ലീഗ് നേതൃത്വം കൈക്കൊണ്ടത്. പക്ഷേ ആ തീരുമാനം പൂർണ്ണമായും നടപ്പാക്കുവാൻ മന്ത്രിമാരുടെ ഓഫീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോഴും മന്ത്രിമാരുടെ ഓഫീസിലെ സ്റ്റാഫുകളുടെ നിയമനത്തിന്റെ ഉത്തരവ് പുറത്തു വന്നിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലെ 5 പേർക്ക് മാത്രമാണ് നിയമനം നൽകുന്നതിന്റെ ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഭൂരിഭാഗം പേരും റിട്ടയർഡ് ആയവരും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ളവരുമാണ്. ഒരാൾ മാത്രമാണ് തിരൂർ കേന്ദ്രീകരിച്ചുള്ളത്. അത് പാർട്ടി നൽകിയ പട്ടികയിലുള്ള ആളല്ല എന്നാണ് നമുക്ക് അറിയാനും കഴിയുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു അഭിപ്രായ വ്യത്യാസം പാർട്ടി നേതൃത്വവും മന്ത്രിമാരും തമ്മിൽ ഇക്കാര്യത്തിൽ തുടരുന്ന ഒരു അനിശ്ചിതത്വം എന്താണെങ്കിലും പാർട്ടിയെ സംബന്ധിച്ച് സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. നേതാക്കൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. ഇത് നേരത്തെ തന്നെ റഷീദ് അലി തങ്ങളെയും PM സലാമിനെയും ആയിരുന്നു ഈ ഒരു പട്ടിക തയ്യാറാക്കാൻ നിയോഗിച്ചിരുന്നത്. അതിൽ തന്നെ മന്ത്രിമാരുടെ ഓഫീസ് ഈ പട്ടിക അംഗീകരിക്കുന്ന തരത്തിലേക്കല്ല ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. എന്നാണെങ്കിലും സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി അടങ്ങുന്ന ഉന്നത നേതാക്കൾ ഈ ആഴ്ച തന്നെ ഇക്കാര്യത്തിൽ അന്തിമ ധാരണയിലേക്ക് എത്തുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത്രയൊക്കെ കർശനമായിട്ട് ജാഗ്രതയോടെ ആറ്റിക്കുറുക്കി ഉണ്ടാക്കിയ പട്ടിക, അത് എന്തുകൊണ്ട് നേതൃത്വം നൽകിയ ഈ പട്ടിക മന്ത്രിമാർ അംഗീകരിക്കുന്നില്ല എന്ന ചോദ്യം നേതൃത്വത്തിന് തന്നെ ഒരു വെല്ലുവിളിയായിട്ട് ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും പാർട്ടി നൽകിയ ലിസ്റ്റിനോട് മന്ത്രിമാർക്ക് താല്പര്യമില്ല. അതാണ് ലീഗ് മന്ത്രിമാരുടെ സ്റ്റാഫ് നിയമനത്തിലെ പ്രതിസന്ധി എന്നതാണ് സാഹചര്യം. കോൺഗ്രസ് മന്ത്രിമാരൊക്കെ ഇങ്ങനെ സ്റ്റാഫുകളെയൊക്കെ നിയമിച്ച് അത് ചിലരൊക്കെ രാജിവെച്ച് പോകുന്ന വിവാദം പോലും ഉണ്ടായ സാഹചര്യമുണ്ട്. പക്ഷേ ലീഗിൻ്റെ മന്ത്രിമാരുടെ നിയമനം ഇപ്പോഴും പ്രതിസന്ധിയിലെന്നതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.